ഞങ്ങള് ഈ നമ്മുടെ പൂച്ചനിപ്പാടം വലിയൊരു റൂട്ടിൽ ഞങ്ങൾ 3 സെന്റ് സ്ഥലം കലാദീപത്തിന് വേണ്ടി വാങ്ങി. 3 സെന്റ് 70 വർഷത്തോളം ഒരു കലാദീപം എന്ന് പറയുന്ന ദീപം അണയാതെ സൂക്ഷിക്കാൻ അമ്പല കമ്മിറ്റി പ്രൊഫഷണൽ ടീമിനെ മാത്രം കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന ഒരു അമ്പല കമ്മിറ്റി ആ നാടകം കണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്തു. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു. ഇപ്പോ നമ്മുടെ സമൂഹം തന്നെ മാറി. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ മദ്യവും മയക്കുമരുന്നും പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ അഭിമാനം ഉണ്ടാക്കിയിട്ടു അതിനെ ഇത്തരത്തിൽ കൂടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള കാലം നിങ്ങളും നിങ്ങളുടെ മക്കൾക്കും അവർക്കും ഇതൊരു മാതൃകയാക്കുക. ആ കാലഘട്ടമല്ല ഇപ്പൊ, പഴയ കാലഘട്ടമല്ല. പക്ഷെ ആ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ കുട്ടികളിൽ വളരെ വ്യത്യാസം വരും. അവരുടെ ഭാവിക്കും അവരുടെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസം വരും. ഈ കലയോടുള്ള നമ്മുടെ താല്പര്യം കൊണ്ടാണ് നമുക്ക് ഇതിനൊരു ആസ്ഥാനം വേണം, നമുക്കൊരു സംഘടന വേണം എന്നുള്ള ആശയം വരുന്നതും. ഞങ്ങൾ അതിനു വേണ്ടി തന്നെ അന്ന് 3 സെന്റ് സ്ഥലം ഞങ്ങള് ഈ നമ്മുടെ പൂച്ചനിപ്പാടം വലിയൊരു റൂട്ടിൽ ഞങ്ങൾ 3 സെന്റ് സ്ഥലം കലാദീപത്തിന് വേണ്ടി വാങ്ങുണ്ടായി. അന്ന് സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവരും വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാ. അന്നൊരു ക്ലബ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അപ്പോ വാടക കെട്ടിടത്തിൽ എല്ലാ ക്ലബ്ബുകാരും സാധാരണ വാടക കെട്ടിടത്തിലാണ് നടത്താറ്. തുടക്കത്തിൽ ഞങ്ങള് ഒരു 1-2 റൂമുകളൊക്കെ എടുത്ത് അവിടെ റിഹേഴ്സൽ നടത്താനും പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് പോരാ, നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങുന്നുള്ള ഒരു ആശ കൊണ്ടാണ് ഞങ്ങൾ ഈ 3 സെന്റ് സ്ഥലം വാങ്ങലും. അതിന് ഒരു കെട്ടിടം ഒരു ചെറിയൊരു ഷെഡ് മാതിരി ഒരു കെട്ടിടം പണിയാനും. ഇത് അന്ന് കായികാധ്വാനം, ഞങ്ങളുടെയൊക്കെ കായിക അധ്വാനമാണ്. ഞങ്ങള് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് വൈകിട്ട് അന്ന് ഓട്ടുകല്ലായിരുന്നു. ഓട്ടുമുറികൾ കൊണ്ടുവന്ന് ഇതുവഴി അടിയിൽ പാറക്കല്ലിടുന്നതിന് പകരം ഓട്ടുമുറി ഇട്ട് അടിച്ച് അങ്ങനെ ഒരു സംഘം ഞങ്ങളുടെ കലാകാരന്മാർ മാത്രം നിന്നുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സാധനമാണ് കലാദീപം. അതിനെ പറ്റി പക്ഷെ ഇന്നത്തെ ഇത്രയും 70 വർഷത്തോളം ആയ ഒരു കലാദീപം എന്ന് പറയുന്ന ദീപം അണയാതെ സൂക്ഷിക്കാൻ കുറച്ചു നാള് അതിനെ എണ്ണ ഒഴിച്ച് തിരികൊളുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു ആൾക്കാരുടെ അഭാവം കൊണ്ടും കുറച്ചു നാൾ അത് നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പൊ ഇന്ന് കുറച്ച് ചെറുപ്പക്കാരൊക്കെ നമ്മൾക്ക് ഇത് താങ്ങായിട്ട് അന്നത്തെ എൻ്റെ തലമുറയ്ക്ക് ശേഷം ഉണ്ടായവരും ഇപ്പോ അതിനുവേണ്ടി പ്രവർത്തിച്ചവരും അന്നത്തെ അനുഭവം ഉള്ള കുറെ കലാകാരന്മാർക്ക് നാട്ടിലുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ അതിനെ വീണ്ടും ഞങ്ങള് ഒരു പൊതുജീവൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവരൊക്കെ. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ ട്രൂപ്പിൽ പ്രധാനമായിട്ടുള്ളത് കൃഷ്ണേട്ടൻ, ആൾ മരിച്ചുപോയി. വേലായുധം കള്ളിയത്ത് അങ്ങോര് മരിച്ചുപോയി. ദേവസ്യ ഒറ്റക്കുഴി അങ്ങോര് മരിച്ചുപോയി. കഥ എഴുതി സംവിധാനം ചെയ്ത് ഞങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ജോസഫ് വല്ലിച്ചറ. അങ്ങോര് മരിച്ചുപോയി. എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് ചായം തേച്ച ഒരാളുണ്ട്, അതിലായിരുന്നു ആർട്ടിസ്റ്റ് ഡേയ്സ് എന്ന് പറയും. അങ്ങോരും മരിച്ചുപോയി. ഇപ്പോ 1-2 സുഹൃത്തുക്കൾ മാത്രമേ എൻ്റെ കാറ്റഗറിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അതിൽ കളിച്ചത് അത് 62-ലാണ്, 1962. അന്ന് എനിക്ക് 18 വയസ്സ്. സി എൽ ജോസിന്റെ തീപിടിച്ച അൽപ്പാവ. ആ നാടകം സത്യത്തില് കളിച്ച ഒരു അമേച്ചർ കലാസമിതി എന്ന് വെച്ച് ആയ ഞങ്ങള്, എനിക്കന്ന് 18 വയസ്സെന്ന് ഓർക്കണം. അന്ന് ഞാൻ 60-70 വയസ്സായ ഒരു വൃദ്ധന്റെ റോളെടുത്ത്. അന്ന് ആ നാടകം തിരുളക്കാവ് കിഴക്കൻ നടയിലായിരുന്നു. ആ നാടകം അന്ന് കളിച്ചപ്പോ ആ നാടകം അന്ന് ഒരു അമ്പല കമ്മിറ്റി പ്രൊഫഷണൽ ടീമിനെ മാത്രം കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന ഒരു അമ്പല കമ്മിറ്റി ആ നാടകം കണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്തു. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു. കാരണം ഒരു പിള്ളേര് നടത്തിയൊരു നാടകം, അതും അമേച്ചർ കലാസമിതി, എന്നിട്ട് അതൊരു പ്രൊഫഷണൽ നാടകം കളിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ ബുക്ക് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കലാരംഗത്ത് ഞങ്ങൾക്ക് ഇതിലും വലിയ കിട്ടിയ ഒരു അവാർഡ് വേറെ ഇല്ല.
പക്ഷെ ആ നാടകം പിന്നെ അതേമാതിരി കുറച്ച് സ്റ്റേജുകളൊക്കെ ഞങ്ങൾ കളിച്ചു. പിന്നെ ഞങ്ങൾ കളിച്ച ഏറ്റവും കൂടുതൽ ഞാൻ അഭിനയിച്ച നാടകങ്ങള് ഒന്നൊരു ബറാബർസന നാടകം. അത് കുറെ അധികം സ്റ്റേജ് കളിച്ചിട്ടുണ്ട്. ഒരു മിനിമം ഒരു 10-15 സ്ഥലങ്ങളിൽ. അതും കൂടുതൽ ഈ പള്ളികളിലാണ് കൂടുതൽ ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടിയത്. പള്ളിയായിട്ട് ബന്ധപ്പെട്ട നാടകം. അപ്പൊ അതുകൊണ്ട് അവിടെ കുറെ നേരം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, CL ജോസിന്റെ നാടകം എന്തൊക്കെ ഉണ്ടാകും. അതിനുശേഷം ഉണ്ടായിരുന്ന നാടകം കടവൂർ ചന്ദ്രപിള്ള നാടകം, പിന്നെ 7 രാത്രികള്, ക്രോസ് ബെൽറ്റ്, ഈ വക നാടകങ്ങളൊക്കെ ഞങ്ങൾ കളിക്കാനായിട്ട് എന്നെ സംബന്ധിച്ച് ഒരു 45-46 സ്ക്രിപ്റ്റ് തന്നെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റില് നാടകങ്ങളില്. പക്ഷെ അത് വിട്ടിട്ട് സ്റ്റേജിന്റെ എണ്ണം നോക്കണെങ്കിൽ എന്താ പറയാ, 10-350 സ്റ്റേജ് കുറയാതെ കണ്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ എന്റെ ഈ മൺമറഞ്ഞു പോയ കലാകാരന്മാരൊക്കെ മിക്ക ആൾക്കാരും പങ്കെടുക്കുന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു 5-10 കൊല്ലമായിട്ട്, 10-15 കൊല്ലമായി ഇപ്പൊ ഇതിന്ന് തീരെ വിട്ടിട്ടില്ല. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാടൻ കളിക്കാനുള്ള യൗവനമൊക്കെ എനിക്കിപ്പോ ഉണ്ട്. ഞാൻ ഇപ്പൊ അങ്ങനെ കളിക്കാറുണ്ട്. ഇപ്പോ 1-2 നാടകങ്ങളൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 കൊല്ലം കൊണ്ട് ഒരു അബു പാലിയത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു എഴുത്തുകാരന്റെ ഒരു കലാകാരനാ അബു പാലിയത്ത്. അങ്ങോട്ട് കുറെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് എഴുതിയ നാടകങ്ങളിൽ മുഴുവൻ ആദ്യം എല്ലാ നാടകങ്ങളിലും ഞങ്ങളുടെ അരങ്ങേറ്റം ഞങ്ങളിൽ അബു ഒരു നല്ല നടനാ, ഒരു ഹാസ്യ നടനാ. അങ്ങോരടക്കം ഞാനാണ് അതിൽ മെയിൽ പാത്രങ്ങൾ. ഞാൻ ഈ ആദ്യത്തെ എന്റെ തീപിടിച്ച ആത്മാവിന്റെ നാടകങ്ങൾക്ക് ശേഷം എല്ലാ നാടകങ്ങളിലും പിന്നെ മെയിൻ റോളൊക്കെ എല്ലാവരും പിന്നെ ഞാൻ തന്നെ ചെയ്യാറ്. അപ്പൊ ഈ അബൂബലിയത്തിന്റെ നാടകങ്ങളിലും എല്ലാ റോളും ഞാൻ തന്നെ. അത് ഒരു കഴിഞ്ഞ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂളിന്റെ ഒരു ജൂബിലിക്ക് അവരുടെ ഒരു നാടകം ഞങ്ങൾ ഇവിടെ ഒരു 6 കൊല്ലം മുൻപ് നടന്നിട്ടുണ്ടായിട്ടുണ്ട് ചേർപ്പില്. പിന്നെ ഈ അടുത്ത പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ. അപ്പൊ ഈ നാടകം അന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നാടകത്തിന് വലിയ പ്രസക്തി ഇല്ല. വലിയ പ്രസക്തി അല്ല, പ്രൊഫഷണൽ നാടകങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അമേച്ചർ കലാസമിതികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോയി. കാരണം അതിന് ആൾക്കാരില്ല, കുട്ടികളില്ല, പിള്ളേർ അതിനു വേണ്ടി തയ്യാറില്ല. TV വന്നതിന് ശേഷം, മൊബൈലൊക്കെ വന്നതിന് ശേഷം ഇപ്പൊ ഒക്കെ യൂട്യൂബും എന്താ പറയാ മറ്റു പല സാങ്കേതിക വശങ്ങളും ഉള്ളത് കൊണ്ടൊക്കെ അവരതിലേക്ക് കടന്നുപോയി. അപ്പൊ ഇത് സമയം കണ്ടെത്താനും ഈ നാടകങ്ങളെ വിനിയോഗിക്കാനും ഇപ്പൊ ഇപ്പോഴത്തെ തലമുറയ്ക്ക് താല്പര്യമില്ല. അതിനെ വേണം പറയാൻ. പക്ഷെ അത് പോരല്ലോ നമുക്ക്. പക്ഷെ ഇപ്പൊ ആ പോയ കാലഘട്ടങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രയത്നങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല തുടക്കമാണ്. പക്ഷെ അതിനെ നശിപ്പിക്കാതെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എന്റെയൊക്കെ നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം ഇനിയിപ്പോ എത്ര കാലം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് 80 വയസ്സ് കഴിഞ്ഞു. പിന്നെയൊക്കെ എത്ര കാലം ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയും എന്നറിയില്ല. പക്ഷെ നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ ഇതിനു വേണ്ടി കഴിയാവുന്നതൊക്കെ നമ്മൾ ചെയ്യും. അതിനുള്ള മനസ്സും അതിനുള്ള ഒരു എന്താ പറയാ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പറ്റില്ലല്ലോ. ഇത് തലമുറയോട് പറയാനുള്ള പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോ നമ്മുടെ സമൂഹം തന്നെ മാറി. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ മദ്യവും മയക്കുമരുന്നും പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ അന്ന് ഞങ്ങളെ സംബന്ധിച്ച് ആ കാലത്തൊക്കെ ഞങ്ങൾക്കൊരു നേരം പോക്ക് അല്ലെങ്കിൽ സമയം കൊണ്ടു കളയാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ നഷ്ടപ്പെടുത്താതെ ഉണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിനൊക്കെ ശേഷം ഞങ്ങള് ജീവിതം ആസ്വദിച്ചിരുന്നത് ഈ കലാരംഗത്തോട് തന്നെയാണ്. മനസ്സിലായ? ഇത് നമുക്ക് മനസ്സിന്, എനിക്ക് പറയാനുള്ള ആൾക്കാർ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്ന ആരായാലും അവർക്ക് മാനസികമായ ഉല്ലാസങ്ങളും നേരം പോക്കുകളും മറ്റുള്ളതിനേക്കാളൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു രംഗമാണ് ഈ കലാരംഗം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മ്യൂസിക്, ഹാർമോണിയത്തിന്റെ ശബ്ദത്തില് എനിക്ക് ഉള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഈ ഇതിൽ തന്നെ പണ്ട് നാടകം കളിക്കുമ്പോൾ സംഗീതം നാടകങ്ങള് സംവിധാനം ചെയ്യുമ്പോൾ ഗാനങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ നേരത്ത് ആ ഹാർമോണിയത്തിന്റെയും വയലിന്റെയും തബലയുടെയും ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അത് പറഞ്ഞു തീരില്ല. അപ്പൊ അങ്ങനെ ഈ രംഗത്തൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് വലിയ വ്യത്യാസം വരും. അപ്പൊ നിങ്ങളൊക്കെ എന്താ വെച്ചാൽ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ
ഈ കാര്യത്തിൽ കുറേം കൂടിയൊക്കെ മനസ്സ് കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് ഒരു നാടൻ കളിക്കുക, അതിന്റെ റിഹേഴ്സൽ നടത്തുക. അവര് സംവിധാനം ഉണ്ടാവും. അപ്പൊ അങ്ങോട്ട് പറയും എന്ത് ചെയ്യാൻ പറയും. അതേമാതിരി അത് പല പല കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ കുറെ നേരം നമ്മൾ കളയുമ്പോ നമുക്ക് മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനും ഒരു നല്ല ജീവിതം നയിക്കാനും മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയും നമ്മളെ കൊണ്ട് ഒരു എന്താ പറയണ്ടേ സമൂഹത്തിന് ഒരു ഗുണകരമായ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടേ, ഈ അതിനൊരു സംഘടനയാണ്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങള് അതിന് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടു. അതിനെ ഇത്തരത്തിൽ കൂടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള കാലം നിങ്ങളും നിങ്ങളുടെ മക്കൾക്കും അവർക്കും ഇതൊരു മാതൃകയാക്കുക. ആ കാലഘട്ടമല്ല ഇപ്പൊ, പഴയ കാലഘട്ടമല്ല. പക്ഷെ ആ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ കുട്ടികളിൽ വളരെ വ്യത്യാസം വരും. അവരുടെ ഭാവിക്കും അവരുടെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസം വരിക. കാരണം ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള ചിന്തയൊക്കെ അവർക്ക് മാറും. അപ്പൊ ഈ രംഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്നത്തെ ഭാവി തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. അവരുടെ ഭാവിക്ക് അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയും സന്തോഷകരമായിട്ടുള്ള കാര്യം എല്ലാം കൊണ്ടും അവർക്ക് അതൊരു നല്ല അനുഭവമായിരിക്കും. അപ്പൊ അത് ഇത്തരത്തെ പ്രസ്ഥാനങ്ങളെ ഇനി നശിച്ചു പോകാതെ കൊണ്ട് ഊട്ടി വളർത്തുന്നതൊക്കെ നിങ്ങളുടെ കരങ്ങളിലാണ്. അത് അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തരട്ടെ. അതിനുവേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്.